നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാൻ ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ പടിക്കലാണ്. രാജ്യത്തെ 128 ദശലക്ഷം ജനങ്ങൾ പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ ഒരുങ്ങുകയാണ്. പാകിസ്ഥാൻ്റെ 12ാമത് പൊതു തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കുന്നത്. ദേശീയ അസംബ്ലിയിലെ 272 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിവിധ കേസുകളിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ അറസ്റ്റ്, വിവാദങ്ങൾ, കോടതി വിചാരണകൾ, സാമ്പത്തിക പ്രതിസന്ധി എന്നിങ്ങനെ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതിനിടെയാണ് രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. രാജ്യത്തുടനീളം ഭീകരവാദ ഭീഷണിയും അക്രമ സാധ്യതയും നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ കനത്ത ഭീതിയിലാണ്. വോട്ടിംഗ് ശതമാനം കുറയുമെന്ന ആശങ്കയും രാഷ്ട്രീയ കക്ഷികൾക്കുണ്ട്. അതേസമയം മത്സരരംഗത്തെ പ്രധാനികൾ ആരാണെന്നും അവർക്ക് ഇന്ത്യയോടുള്ള നിലപാട് എന്താണെന്നും അറിയാം. നവാസ് ഷെരീഫ്, ബിലാവൽ ഭൂട്ടോ, ഇമ്രാൻഖാൻ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. അഴിമതി ഉൾപ്പെടെ വിവിധ കേസുകളിൽ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന് നേരിട്ട് മത്സരിക്കാനാകില്ലെങ്കിലും പാർട്ടിയിലെ വിശ്വസ്തനെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് വിവരം. പഞ്ചാബിൻ്റെ സിംഹമാണ് നവാസ് ഷെരീഫ്. പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസിൻ്റെ മേധാവിയാണ് നവാസ് ഷെരീഫ്. ഇമ്രാൻഖാൻ മത്സരരംഗത്തില്ലാത്തതിനാൽ നിഷ്പ്രയാസം ജയിക്കാമെന്ന പ്രതീക്ഷയിലാണ് നവാസ്. ഇമ്രാനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്താക്കാനുള്ള പാക് സൈന്യത്തിൻ്റെ തന്ത്രം വിജയിച്ചത് നവാസ് ഷെരീഫിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. നീണ്ടകാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം മടങ്ങിയെത്തിയ നവാസ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. നവാസ് ഷെരീഫ് മുൻപ് 3 തവണ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്തെ ശക്തനാണെങ്കിലും ഷെരീഫിന് പലതവണ ജയിൽവാസവും ഒളിവ് ജീവിതവും നയിക്കേണ്ടി വന്നിട്ടുണ്ട്. സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെയും സ്വതന്ത്ര വിപണിയുടെയും ആശയം പ്രചരിപ്പിക്കുന്ന ഷെരീഫ് ഇന്ത്യയോട് വളരെ അടുപ്പം പുലർത്താൻ ഇഷ്ടപ്പെടുന്നു. ഇന്ത്യയുമായി സമാധാന സഖ്യമെന്നത് ഇമ്രാൻഖാൻ്റെ പാർട്ടി പ്രകടന പത്രികയിലും എടുത്തു പറയുന്നു. എന്നാൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് ഇന്ത്യ പിൻവലിക്കണമെന്നാണ് PMLN ആവശ്യപ്പെടുന്നത്. അടുത്തിടെ പ്രവാസ ജീവിതത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഷെരീഫ് ഇന്ത്യയുടെ പുരോഗതിയെയും ആഗോള നേട്ടങ്ങളെയും അഭിനന്ദിച്ചിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തണമെന്നും ഷെരീഫ് ആവശ്യപ്പെട്ടു. പാക് മുൻ പ്രധാനമന്ത്രി ബേനസീർ ഭൂട്ടോയുടെ മകനാണ് 35-കാരനായ ബിലാവൽ ഭൂട്ടോ സർദാരി. ഭൂട്ടോ രാജവംശത്തിൻ്റെ പിൻഗാമിയും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി PPP നേതാവുമായ ബിലാവൽ സമ്പന്നമായ രാഷ്ട്രീയ പാരമ്പര്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത്. എന്നാൽ സൈന്യത്തിൻ്റെ പിന്തുണ നവാസ് ഷെരീഫിനാണ്. 2 തവണ അധികാരത്തിലെത്തിയ ബേനസീർ ഭൂട്ടോ 2007 കൊല്ലപ്പെടുന്നത്. ബിലാവലിൻ്റെ മുത്തച്ഛനും മുൻ പാക് പ്രധാനമന്ത്രിയുമായ സുൽഫിക്കർ അലി ഭൂട്ടോയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി തൂക്കിക്കൊല്ലുകയായിരുന്നു. ബിലാവലിൻ്റെ പിതാവ് ആസിഫ് അലി സർദാരി പാക് പ്രസിഡന്റായി അധികാരത്തിലെത്തിയെങ്കിലും നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിട്ടു. അതേസമയം ഇന്ത്യയോടെ കൃത്യമായ നിലപാട് ബിലാവലിനില്ല. ഇന്ത്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കണമെന്ന് വാദിക്കുന്നതിനിടെ US-ൽ മോദിയെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. രാജ്യത്തെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവാണ് ഇമ്രാൻഖാൻ. എന്നാൽ അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് നിലവിൽ ജയിലിൽ കഴിയുന്നതിനാൽ മത്സരിക്കാനാവില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹരീക്ക് ഇൻസാഫിന് സ്വന്തം ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റിൽ മത്സരിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് PTI ഇത്തവണ മത്സരിപ്പിക്കുന്നത്. എന്നാൽ പാകിസ്ഥാൻ പട്ടാളവുമായി ഇമ്രാൻഖാൻ നല്ല ബന്ധത്തിലല്ല. എന്നിരുന്നാലും തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം PTIക്കുണ്ട്. പാകിസ്ഥാനുമായി സമാധാനത്തിന് അവസരം നൽകണമെന്ന് 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഇമ്രാൻഖാൻ അഭ്യർത്ഥിച്ചിരുന്നു. കൂടാതെ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമ ആക്രമണത്തെക്കുറിച്ച് രഹസ്യാന്വേഷണം നടത്താൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ കഴിഞ്ഞ വർഷം ജൂണിൽ ഇന്ത്യയുമായുള്ള ബന്ധത്തിലെ പുരോഗതിയുടെ അഭാവം ഇമ്രാൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു.